സംസ്ഥാനത്ത് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും ഈ തൊഴിൽ മേഖലകളിലെ തൊഴിൽ ചൂഷണവും ജാതി അധിക്ഷേപവും ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഒരു ജീവനക്കാരന്റെ പരാതിയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് കേരളം ചർച്ച ചെയ്തത്. ബാങ്കിലെ ജീവനക്കാരനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു. ചീഫ് റീജിയണൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. പരാതി നൽകിയതിന് പിന്നാലെ സ്ഥലം മാറ്റിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരന്റെ ഭാര്യ ആരോപിച്ചു. മറ്റാർക്കെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ആ ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങളാണ്. മറ്റാർക്കെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. സഹപ്രവർത്തകരോടൊക്കെ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് എങ്ങനെയും നീ സഹിച്ചു നിൽക്കുന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞത്. കാരണം എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ട്രാൻസ്ഫറും സസ്പെൻഷനാണ്. ബാങ്കിന് ഇതുപോലെ ഈ അടുത്ത കാലത്ത് തന്നെ ഇതുപോലെ ഒരു ഓഫീസർ ബാങ്കിനെതിരെ ഒരു ഇഷ്യൂ പറഞ്ഞതിൻ്റെ പേരിൽ അയാളെ സപ്പോർട്ട് ചെയ്ത 2 ഓഫീസറിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ പിന്നെ വേറെ ഒരു ഇഷ്യൂ, ഈ നമ്മുടെ ഇഷ്യൂവിൽ തന്നെ അവരെയും കൂടെ പെടുത്തി സസ്പെൻഷൻ ചെയ്ത് അവരെ പിന്നെയും ട്രാൻസ്ഫർ ചെയ്തേക്കാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആരും ബാങ്കിനെതിരെ പറഞ്ഞുകൊണ്ട് വരത്തില്ല. ഇവിടെ പ്രധാനമായിട്ടും AGM കശ്മീർ സിംഗ് ആണ്. അദ്ദേഹമാണ് ആളോട് ചായ വാങ്ങിച്ചു തരിക, പലഹാരം വാങ്ങിച്ചു കൊണ്ടുവരിക. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജറാണ്. ആളോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആറോയിൽ കുറേ ചെടിയൊക്കെ ഉണ്ട്, അതിന് വെള്ളം ഒഴിക്കുക, അതിൻ്റെ സ്ഥാനം മാറ്റി വെക്കുക, രാത്രി ആകുമ്പോഴത്തേക്കും കീടനാശിനി അടിച്ചിട്ട് പോവുക. പിന്നെ ആളുടെ വൈഫിന് വേണ്ടിയിട്ട് വേറൊരു ബാങ്കിൻ്റെ പാസ്ബുക്ക് റെഡിയാക്കാനായിട്ട് വിടുക. മകള് അവധിക്ക് വന്നപ്പോൾ മകളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ പറയുക. പിന്നെ ഇതുപോലെ ഇതൊക്കെ വർക്കിംഗ് അവേഴ്സിലാണ്. അതിന് ആളുടെ എന്തോ പാൻറ് വാങ്ങിക്കാനാ കൂട്ടിന് വരണമെന്നും പറഞ്ഞ് ഹസ്ബൻഡിനെ വേറെ 2 പേരും കൂടെ കൂട്ടിയിട്ട് ലുലുവിൽ പോയതിന് ശേഷം ആളുടെ പാൻറ്റിന് അളവെടുക്കാൻ അവിടുത്തെ സെയിൽസ്മാൻ തുടങ്ങിയപ്പോൾ ഇയാൾ എടുക്കണ്ട, നീ എടുത്താൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് അളവെടുപ്പിക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇത് ഇനി സസ്പെൻഷൻ ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മളിത് ചാർജ് ഷീറ്റ് വാങ്ങിക്കാൻ പോയപ്പം നിതീഷ് കുമാർ സിൻഹ എന്ന് പറഞ്ഞ ആള് ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ പറയുന്ന ഭീഷണിയൊക്കെ പറഞ്ഞത്. നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നീ അനുഭവിക്കും എന്നുള്ള രീതിയിലും എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ കൊണ്ട് കാല് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കേസ് സംഭവത്തിൽ വിശദീകരണവുമായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അധികൃതർ രംഗത്തെത്തി. ബാങ്കിലെ ഏതെങ്കിലും അംഗീകൃത യൂണിയനിൽ നിന്നടക്കം പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരാതി. പോലീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും ബാങ്ക് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള പല ബാങ്കിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല ബാങ്ക് ജീവനക്കാരോട്, ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറയുന്നത് ഈ ബാങ്ക് മേഖലയിലെ തൊഴിലിടത്തെ വലിയ തൊഴിൽ സമ്മർദ്ദവും ഉദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണത്തെക്കുറിച്ചൊക്കെ പലരും നമ്മളോട് പരാതിപ്പെടാറുണ്ട്. ഇവിടെയും ഈ പരാതിക്കാരന്റെ ഭാര്യ ആരോപിക്കുന്നതനുസരിച്ച് തൊഴിൽ ചൂഷണം അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അവരുടെ പരാതിയിൽ പറയുന്നത്? നിലവിൽ ഈ ബാങ്ക് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. പോലീസിന്റെ ഈ കേസിൽ, സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ടോം, ഇതിൽ 2 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊച്ചി റീജിയണൽ ഓഫീസ് DGM നിതീഷ് കുമാർ സിൻഹ, AGM കശ്മീർ സിംഗ് എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ അസിസ്റ്റന്റ് മാനേജറായിട്ടുള്ള മലയാളിയായ യുവാവ് പറയുന്നത് താനൊരു SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. തനിക്കെതിരെ ഗുരുതരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ട്. ഈ കൃത്യമായി തന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക്, അതായത് കുടുംബവുമായി ബന്ധപ്പെട്ടതും ഭാര്യയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ ആവശ്യത്തിന് വേണ്ടി കൂടെ പോവുക, അല്ലെങ്കിൽ ഈ മാനേജറുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഷോപ്പിങ്ങിനൊക്കെ തന്നെ കൂട്ടിക്കൊണ്ടു പോവുക, ഇത് എതിർത്ത് കഴിഞ്ഞാൽ തന്നെ ഭീഷണിപ്പെടുത്തുക, തന്നെ സ്ഥലം മാറ്റിക്കുക, തന്റെ അലവൻസ് പിടിച്ചു വെക്കുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം മുളന്തുരുത്തി പോലീസിന് പരാതി നൽകിയിരുന്നു. ആ പരാതി നൽകാനുള്ള സാഹചര്യം ഇത്തരത്തിലുള്ള ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ തന്റെ ജാതിയുമായി ബന്ധപ്പെട്ട അധിക്ഷേപം തുടരുന്ന ഒരു സാഹചര്യത്തിൽ പരാതി നൽകിയിരുന്നു. അന്ന് ഇത്തരത്തിലുള്ള ഒരു ആവർത്തിച്ചാൽ താൻ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ മാനേജർ തന്നെ മർദ്ദിച്ചിരുന്നു എന്ന് ഈ പെൺകുട്ടിയുടെ ഭർത്താവ്, പരാതിക്കാരൻ പറയുന്നുണ്ട്. അതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത്. ആശുപത്രിയിൽ നിന്നാണ് മുളവുകാട് പോലീസിനെ ഈ പരാതി പോവുകയും ചെയ്തത്. പക്ഷെ അതിന് ശേഷം തനിക്ക് ഭീഷണി ഉണ്ടായി. തന്റെ ജോലിയൊക്കെ തെറിപ്പിക്കും, അല്ലെങ്കിൽ തന്നെ ട്രാൻസ്ഫർ അടിച്ച് തന്റെ ജോലിയൊക്കെ രാജിവെപ്പിക്കുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആ പരാതി പിൻവലിക്കുന്ന സാഹചര്യമായിരുന്നു. വീണ്ടും പരാതിയുമായി എത്തിയത് ഈ യുവാവിന് ഹൈദരാബാദിലേക്ക് സ്ഥലം മാറ്റം കിട്ടി.
താൻ ഇനി ഇനി സ്ഥലം മാറ്റം കിട്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഗുരുതരമായിട്ടുള്ള പീഡനം തനിക്ക് ഏൽക്കേണ്ടി വരും. അതിനുശേഷം താൻ ജോലി രാജിവെച്ച് തന്റെ ജോലി വരെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുമെന്ന ഭീഷണി തുടർന്നാണ് ഇപ്പോൾ വീണ്ടും പരാതിയുമായി എത്തിയിരിക്കുന്നത്. ഇതിൽ പോലീസിന്റെ വിശദീകരണം, പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസിന്റേതായിട്ടുള്ള വിശദീകരണം പറയുന്നത് ഇതിൽ ഈ പരാതിക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ള കശ്മീർ സിംഗ് ഈ മാനേജറും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ കേസ് എടുക്കാൻ കഴിയില്ല. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെ പരാതിക്കാരൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായതിനാൽ കേസെടുക്കാൻ വകുപ്പില്ല എന്നുകൂടി പറയുന്നുണ്ട്. മറ്റൊന്ന് DGM നിതീഷ് കുമാർ സിൻഹയ്ക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ കഴിയില്ല. മറ്റൊന്ന് ഈ സ്ഥലമാറ്റമാണ്, അതിൽ പോലീസിന് ഇടപെടാൻ കഴിയില്ല. അത് ബാങ്ക് അധികൃതരുടെ ഭാഗത്ത് നിന്ന് മാത്രമേ അതിലൊരു ഇടപെടൽ ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ പരാതിക്കാരന് നീതി കിട്ടുന്നത് വരെ ആ രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകും. ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്നാണ് സെൻട്രൽ പോലീസ്. നമ്മൾ കഴിഞ്ഞ ദിവസം കയർ ബോർഡിൽ ഒരു ജീവനക്കാരുടെ ആത്മഹത്യ മരണവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള തൊഴിൽ ചൂഷണത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെയും ഈ കയർ ബോർഡിലെ ഈ ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കയർ ബോർഡ് സ്വീകരിച്ചത്. ഇവിടെ ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ വാർത്താക്കുറിപ്പിലും ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന സമീപനം, ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉയർന്നു വന്ന ഒരു പരാതി എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ബാങ്കും പോലീസും ഒക്കെ ഈ ആരോപണ വിധേയരെ, ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണോ? പോലീസിന്റെ ഭാഗത്ത് നിന്നും പറയുന്നത് അവർക്ക് എടുക്കേണ്ട നടപടികളൊക്കെ അവർ സ്വീകരിച്ചു കഴിഞ്ഞു. അതായത് ഈ സിൻഹയ്ക്കാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ പരാതിക്കാരന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകുന്ന വിശദീകരണം. ബാങ്ക് ഇവരെ സംരക്ഷിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പാണ് പുറത്തിറക്കിയത്. അതിൽ പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു പരാതിയുമായി എത്തിയിരിക്കുന്നത്. പരാതിയോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എങ്കിൽ ഇതിലെ പറയുന്ന ആരോപണങ്ങളെ തള്ളുകയാണ്. ഒപ്പം പറയുന്നത് ഈ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിലെ മറ്റു ജീവനക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ SC/ST യൂണിയൻ ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്കുമായി ബന്ധപ്പെട്ട യൂണിയൻ, ബാങ്കിൽ തന്നെ പരാതി നൽകാനുള്ള ഒരു കംപ്ലൈന്റ് കമ്മിറ്റിയുണ്ട്, അതിലൊന്നും ഈ പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പകരം നേരെ പോലീസിനോടാണ് പരാതി പറയുന്നത്. ഇതിലൊക്കെ കൃത്യമായ ഒരു ആസൂത്രണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ട ഉണ്ടോ എന്ന് കൂടി സംശയിക്കുന്നു എന്നാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്ന മറുപടി. പക്ഷേ നമുക്കറിയാം ടോം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോളിയുടെ മരണത്തിനൊക്കെ ഇടയാക്കിയത് ഈ മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാതിരിക്കുന്ന സാഹചര്യമാണ്. അതിനു മുൻപ് തന്നെ നമുക്കൊരു പെൺകുട്ടി, EY കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മരണവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിൽ വലിയ രീതിയിൽ ആ കുട്ടി മാനസിക സമ്മർദ്ദം ഏറ്റിരുന്നു എന്നൊക്കെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഡോക്ടർമാർ വരെ ഈ കുട്ടിയുടെ മാനസിക സമ്മർദ്ദത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നതുമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു പരാതി അല്ലെങ്കിൽ മാനസിക പീഡനം ജോലി സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.